പ്രിയ വിദ്യാർത്ഥികളെ, ഒന്നാം വർഷ ജിയോളജിയിലെ 7ാമത്തെ ചാപ്റ്ററായ വിൻഡിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, വിൻഡ് ഒരു ജിയോളജിക്കൽ ഏജൻ്റാണ്. വിൻഡിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള പഠനമാണ് വിൻഡ് എന്ന ചാപ്റ്ററിൽ ഉള്ളത്. വിൻഡ് ഈസ് വൺ ഓഫ് ദ ആക്റ്റീവ് ഏജൻറ്റ്സ് ഓഫ് ഇറോഷൻ. അതെ, വിൻഡ് ഒരു പ്രധാനപ്പെട്ട ഒരു ഏജന്റ് ഓഫ് ഇറോഷനാണ്. ദ ജിയോളജിക്കൽ ആക്ഷൻ ഓഫ് വിൻഡ് ഈസ് പ്രോമിനൻ്റ്ലി വിസിബിൾ എറിയഡ് ആൻഡ് സെമി എറിയഡ് റീജിയൻസ് ആൻഡ് അലോങ് സം സീഷോർസ്. പ്രധാനമായിട്ട് നമുക്കറിയാം, വിൻഡിൻ്റെ പ്രവർത്തനം നമ്മൾ സുഗമമായിട്ട് കാണുന്നത് അല്ലെങ്കിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ട് കാണുന്ന പ്രദേശങ്ങളാണ്. വരണ്ട സ്ഥലങ്ങളിൽ കാണാറുണ്ട്, നമുക്ക് തീരപ്രദേശങ്ങളിൽ കാണാറുണ്ട്, മരുഭൂമികളിൽ കാണാറുണ്ട്. എറിയഡ് ആൻഡ് സെമി എറിയഡ് കാലാവസ്ഥാ പ്രദേശങ്ങളിലാണ് വിൻഡിൻ്റെ പ്രവർത്തനം ഏറ്റവും ശക്തമായ രീതിയിൽ നമ്മൾ കാണുന്നത്. ദ ജിയോളജിക് പ്രോസസ് അസോസിയേറ്റഡ് വിത്ത് വിൻഡ് ആക്ഷൻ ആസ് വെൽ ആസ് ഇറ്റ്സ് പ്രോഡക്ട്സ് and the landforms created are called aeolian അല്ലെങ്കിൽ ഇയോലിയൻ. വിൻഡുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ വിൻഡിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഇറോഷണൽ പ്രോസസ്സ് വഴി ഉണ്ടാകുന്ന ലാൻഡ് ഫോംസുകളുണ്ട്, അതുപോലെ ഡെപ്പോസിഷണൽ വഴി ഉണ്ടാകുന്ന ലാൻഡ് ഫോംസുകളുണ്ട്. വിൻഡിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രകൃതിയിൽ കാണപ്പെടുന്ന ഈ ലാൻഡ് ഫോംസുകളെയൊക്കെ നമുക്ക് എവോലിയൻ ലാൻഡ് ഫോംസ് എന്ന് വിളിക്കാം. അപ്പോൾ വിൻഡിന് സമാനമായ പദമാണ് എവോലിയൻ അല്ലെങ്കിൽ ഇയോലിയൻ, EOLIAN ഓർ EOLIAN, ഇയോലിയൻ. വിൻഡിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ലാൻഡ് ഫോമുകളെ പൊതുവെ എവോലിയൻ ലാൻഡ് ഫോംസ് എന്ന് വിളിക്കാവുന്നതാണ്. ജിയോളജിക്കൽ ആക്ഷൻ ഒരു വിൻഡിൻ്റെ ജിയോളജിക്കൽ ആക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ജിയോളജിക്കൽ ആക്ഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇറോഷൻ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡെപ്പോസിഷൻ. ഇറോഷനും ട്രാൻസ്പോർട്ടേഷനും ഡെപ്പോസിഷനും ചേർന്നിട്ടുള്ള പ്രവർത്തനങ്ങളെ ഒന്നിച്ച് നമുക്ക് ജിയോളജിക്കൽ ആക്ഷൻ അല്ലെങ്കിൽ ജിയോളജിക്കൽ പ്രോസസ്സ് എന്നൊക്കെ വിളിക്കാം. പ്രധാനമായിട്ടും അതിൽ ഇറോഷൻ വരുന്നുണ്ട്, അതുപോലെ ഇറോഷൻ്റെ ഫലമായിട്ട് കുറേ ലാൻഡ് ഫോംസുകൾ വരുന്നുണ്ട്, ഡെപ്പോസിഷൻ്റെ ഫലമായിട്ട് ലാൻഡ് ഫോംസുകൾ വരുന്നുണ്ട്. ഈ രണ്ട് ലാൻഡ് ഫോംസുകളെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ, ഇറോഷണൽ പ്രോസസ് ഓഫ് വിൻഡ്. വിൻഡിൻ്റെ പ്രധാനമായിട്ടുള്ള ഇറോഷണൽ പ്രോസസ്സുകൾ ഏതൊക്കെയാണ്? വിൻഡ് ഒരു ജിയോളജിക്കൽ ഏജൻ്റാണ്, അതൊരു ഇറോഷണൽ ഏജൻ്റാണെന്ന് പറയാം. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പദാർത്ഥങ്ങൾ എടുത്ത് നീക്കം ചെയ്യുന്ന പ്രവർത്തനം, അതാണ് ഇറോഷൻ. അത് ഏതൊക്കെ രീതിയിൽ അങ്ങനെ നീക്കം ചെയ്യപ്പെടാം? പ്രധാനമായിട്ടും 3 തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ഡിഫ്ലാക്ഷൻ, മറ്റൊന്ന് അബ്രേഷൻ, മറ്റൊന്ന് അട്രീഷൻ. ഡിഫ്ലാക്ഷൻ, അബ്രേഷൻ, അട്രീഷൻ. സസ്യജാലങ്ങൾക്കിടയിലും ഭൗമോപരിതലത്തിലും സംരക്ഷിക്കപ്പെടാതെ കിടക്കുന്ന ലൂസായ സാൻഡ്, സിൽറ്റ്, ക്ലേ ഇവയൊക്കെ കാറ്റിൻ്റെ ഇറോഷന് വളരെ വേഗത്തിൽ വിധേയമാകുന്നു. നമുക്കറിയാം, മരുഭൂമി പ്രദേശങ്ങളിൽ, കടലോരങ്ങളിലാണ് കാറ്റിൻ്റെ പ്രവർത്തനം ഏറ്റവും ശക്തമായിട്ട് നടക്കുക. അവിടെയൊക്കെയുള്ള ഗ്രെയിൻസ്, അവിടെയൊക്കെയുള്ള പദാർത്ഥങ്ങളുടെ തരികളുടെ വലിപ്പം വളരെ വളരെ കുറവായിരിക്കും. സാൻഡ് സൈസ് പാർട്ടിക്കിൾസും സിൽറ്റ് സൈസ് പാർട്ടിക്കിൾസ്, ക്ലേ സൈസ് പാർട്ടിക്കിൾസ്, ഇത്തരം പാർട്ടിക്കിൾസിലായിരിക്കും വിൻഡിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ശക്തമായിട്ട് നടക്കുക. ക്ലേ, സിൽറ്റ്, സാൻഡ് തുടങ്ങിയ പദാർത്ഥങ്ങളിലായിരിക്കും വിൻഡിൻ്റെ പ്രവർത്തനം ഏറ്റവും നന്നായിട്ട് നടക്കുക. ഇറോഷണൽ പ്രോസസ് ഓഫ് വിൻഡ് പ്രധാനമായിട്ടും ഡിഫ്ലാക്ഷൻ, അബ്രേഷൻ ആൻഡ് അട്രീഷൻ. എന്താണ് ഡിഫ്ലാക്ഷൻ എന്ന് നോക്കാം. ഡിഫ്ലാക്ഷൻ വളരെ ശക്തമായ കാറ്റ് വീശുന്നതിൻ്റെ ഫലമായിട്ട് ക്ലേ, സിൽറ്റ്, സാൻഡ്, അതായത് ലൂസായ പദാർത്ഥങ്ങളെ നീക്കം ചെയ്യുന്ന പ്രവർത്തനമാണ്. ഇതിൻ്റെ ഫലമായിട്ട് കാണപ്പെടുന്ന ഭൂരൂപമാണ് ഡിഫ്ലാക്ഷൻ ഹോളോസ്. അത് കുറേ വലുതാണെങ്കിൽ നമ്മൾ അതിനെ പറയും ഡിഫ്ലാക്ഷൻ ബേസിൻസ്, അതുപോലെ ബ്ലോ ഔട്ട് എന്നീ പേരുകളിലൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താണ് ഡിഫ്ലാക്ഷൻ? ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ലൂസ് ഫൈൻ ഗ്രെയിൻ പാർട്ടിക്കിൾസ് ബൈ ദ ടർബുലൻറ്റ് എഡി ആക്ഷൻ ഓഫ് വിൻഡ് ഈസ് ടേംഡ് ഡിഫ്ലാക്ഷൻ. കാറ്റിൻ്റെ അതിശക്തമായ പ്രവർത്തന ഫലമായിട്ട് സിൽറ്റ്, സാൻഡ്, ക്ലേ പാർട്ടിക്കിൾസ് നീക്കം ചെയ്യുന്ന പ്രവർത്തനത്തെ നമുക്ക് പറയാം
ഡിഫ്ലാക്ഷൻ എന്ന് പറയാം. ഡിഫ്ലാക്ഷൻ ഇസ് ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ലൂസ് fine grain particles like sand, silt, clay by the turbulent eddy action of wind is termed deflection. എന്താണ് അബറേഷൻ? ഇറോഷണൽ പ്രോസസ്, വിൻഡിൻ്റെ ഇറോഷണൽ പ്രോസസ്സിൻ്റെ രണ്ടാമത്തെ പ്രവർത്തനമാണ് അബറേഷൻ. ദ പ്രോസസ് ഓഫ് മെക്കാനിക്കൽ വിയറിംഗ് ഡൗൺ ഓഫ് റോക്ക് സർഫസസ് by the grinding action of wind-borne particles is termed Aeolian aberration. വിൻഡ് അബറേഷൻ. കാറ്റിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഗ്രൈൻഡിങ്, റബ്ബിംഗ് എന്നിവയുടെ ഭൗമോപരിതലത്തിൽ സംഭവിക്കുന്ന എന്നിവയുടെ പ്രവർത്തന ഫലമായിട്ട് ഭൗമോപരിതലത്തിൽ സംഭവിക്കുന്ന തേയ്മാനമാണ് അബ്രേഷൻ. പ്രോസസ് ഓഫ് മെക്കാനിക്കൽ വെയറിംഗ് ഡൗൺ, തേയ്മാനം, ഭൗമോപരിതലത്തിൽ സംഭവിക്കുന്ന തേയ്മാനമാണ് അബ്രേഷൻ. ഇവിടെ കാറ്റ് അടിച്ചുകൊണ്ടുവരുന്ന പദാർത്ഥങ്ങളും ഈ പ്രവർത്തനത്തെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ കാറ്റ് വഹിച്ചു കൊണ്ടുവരുന്ന പദാർത്ഥങ്ങളും അവിടെയുള്ള പദാർത്ഥങ്ങളും തമ്മിൽ ഉരസുന്നു. ഗ്രൈൻഡിങ്ങിൻ്റെയും റബ്ബിങ്ങിൻ്റെയും ഫലമായിട്ട്, ഗ്രൈൻഡിങ് ആൻഡ് റബ്ബിങ്ങിൻ്റെയും ഫലമായിട്ടുണ്ടാകുന്ന പ്രവർത്തനത്തെ നമുക്ക് അബ്രേഷൻ എന്ന് വിളിക്കാം. എന്താണ് അട്രീഷൻ? മൂന്നാമത്തെ അട്രീഷൻ. കാറ്റിൻ്റെ ശക്തമായ പ്രവർത്തന ഫലമായിട്ട് പദാർത്ഥങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുകയും ഉരസുകയും ചെയ്യും. ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്ന പ്രവർത്തന ഫലമായി ഇവയ്ക്ക് തേയ്മാനവും അവയുടെ വലുപ്പം കുറയുകയും ചെയ്യുന്ന പ്രവർത്തനത്തെ അട്രീഷൻ എന്ന് പറയുന്നു. എന്താണ് അട്രീഷൻ? ദ ഗ്രെയിൻസ് ക്യാരിഡ് ബൈ വിൻഡ്സ് കണ്ടിന്യൂസ്ലി കൊളൈഡ് വിത്ത് വൺ അനദർ ആൻഡ് റബ് ഈച്ച് അതർ. വഹിച്ചു കൊണ്ടുവരുന്ന പദാർത്ഥങ്ങൾ തമ്മിൽ ഉരസിയിട്ട്, അത് സഞ്ചരിക്കുമ്പോൾ തമ്മിൽ ഉരസും. അങ്ങനെ ഉരസിയിട്ട് these kinds of repeated collisions of grains cause their continuous wear and tear. The process is called attrition. ഇങ്ങനെ ഈ പദാർത്ഥങ്ങൾ തമ്മിൽ ഉരസുമ്പോൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് അട്രീഷൻ. അബ്രേഷൻ എന്ന് പറഞ്ഞാൽ പദാർത്ഥങ്ങൾ ബെഡ്റോക്കുമായിട്ട് ഉരസി നീങ്ങുന്നു പലപ്പോഴും. ദ പ്രോസസ് ഓഫ് മെക്കാനിക്കൽ വെയറിംഗ് ഡൗൺ ഓഫ് റോക്ക് സർഫസസ് ബൈ ദ ഗ്രൈൻഡിങ് ആക്ഷൻ ഓഫ് വിൻഡ്. വിൻഡിൻ്റെ പ്രവർത്തന ഫലമായിട്ട് പദാർത്ഥങ്ങൾ ബെഡ്റോക്കിലൂടെ ഉരസി നീങ്ങുന്നു. ഇതിനെ അബ്രേഷൻ എന്ന് പറയുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള പദാർത്ഥങ്ങളും തമ്മിൽ ഉരസിയിട്ട് അതിന് തേയ്മാനം സംഭവിക്കുകയും അത് എന്താണ് സൈസ് ചെറുതായി വരികയും ചെയ്യുന്ന പ്രവർത്തനത്തെ നമുക്ക് അട്രീഷൻ എന്ന് പറയാം. അപ്പോൾ ഡിഫ്ലാക്ഷൻ, അബ്രേഷൻ, അട്രീഷൻ. ഡിഫ്ലാക്ഷൻ ഒരു ഇറോഷണൽ പ്രോസസ്സാണ്, അബ്രേഷൻ ഒരു ഇറോഷണൽ പ്രോസസ്സാണ്, അട്രീഷൻ ഒരു ഇറോഷണൽ പ്രോസസ്സാണ്. ഇനി അടുത്തത് എന്താണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോസസ്സ്? അതൊക്കെ എവോലിയൻ്റെ വിൻഡിൻ്റെ പ്രവർത്തന ഫലമായിട്ടുണ്ടാകുന്ന പ്രധാനമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷണൽ പ്രോസസ്സുകൾ ഏതൊക്കെയാണ്? ഒന്ന് സസ്പെൻഷൻ, മറ്റൊന്ന് സാൾട്ടേഷൻ, മറ്റൊന്ന് ട്രാക്ഷൻ. സസ്പെൻഷൻ, സാൾട്ടേഷൻ, ട്രാക്ഷൻ. 3 തരത്തിലാണ് വിൻഡിൻ്റെ പ്രവർത്തന ഫലമായിട്ട് പദാർത്ഥങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും 3 തരത്തിലാണ്. ഒന്ന് സസ്പെൻഷൻ. അതിശക്തമായ കാറ്റിൻ്റെ പ്രവർത്തന ഫലമായിട്ട് കനം കുറഞ്ഞ സിൽറ്റ്, ക്ലേ പദാർത്ഥങ്ങൾ ഭൗമോപരിതലത്തിൽ നിന്ന് ഉയരുകയും അന്തരീക്ഷത്തിലൂടെ കുറേ ദൂരം സഞ്ചരിക്കുകയും ചെയ്യും. നമുക്കറിയാം, വളരെ നൈസായിട്ടുള്ള പദാർത്ഥങ്ങളാണ് കാറ്റിൻ്റെ പ്രവർത്തന ഫലമായിട്ട് കൂടുതൽ പ്രവർത്തനത്തിന് വിധേയമാകുന്നത്. അങ്ങനെയുള്ള ക്ലേ, സിൽറ്റ് പോലത്തെ പദാർത്ഥങ്ങൾ അതിശക്തമായ കാറ്റിൻ്റെ ഫലമായിട്ട് ബെഡ്റോക്കിൽ നിന്നും വളരെയധികം പൊന്തിയിട്ട് മുകളിലൂടെ സഞ്ചരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് സസ്പെൻഷൻ. ആ പ്രവർത്തനത്തെ പറഞ്ഞ പേരാണ് സസ്പെൻഷൻ. അതിശക്തമായ കാറ്റിൻ്റെ പ്രവർത്തന ഫലമായിട്ട് കനം കുറഞ്ഞ സിൽറ്റ്, ക്ലേ പദാർത്ഥങ്ങൾ ഭൗമോപരിതലത്തിൽ നിന്ന് ഉയരുകയും, അതായത് ബെഡ്റോക്കിൽ നിന്ന് ഉയരുകയും അന്തരീക്ഷത്തിലൂടെ കുറേ ദൂരം സഞ്ചരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തെ നമുക്ക് പറയാം സസ്പെൻഷൻ. Clay and silt particles are lifted from the ground by eddies of turbulent wind and carried high up into the atmosphere and may travel for a long distance. ഒരുപാട് ദൂരം അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രവർത്തനത്തെ നമുക്ക് സസ്പെൻഷൻ എന്ന് വിളിക്കാം. മറ്റൊന്ന് ട്രാൻസ്പോർട്ടേഷണൽ പ്രോസസ്സാണ് സാൾട്ടേഷൻ. സാൾട്ടേഷൻ എന്താണെന്ന് നോക്കാം. കാറ്റിൻ്റെ പ്രവർത്തന ഫലമായിട്ട് പദാർത്ഥങ്ങൾക്ക് അടുത്തടുത്തേക്ക്, അതായത് ജമ്പ് ചെയ്യുക, ഹോപ്പ് ചെയ്യുക എന്നൊക്കെ പറയും. അങ്ങനെയുള്ള സഞ്ചാരത്തെ സാൾട്ടേഷൻ എന്ന് പറയാം.
കാറ്റിൻ്റെ പ്രവർത്തന ഫലമായിട്ട് പദാർത്ഥങ്ങൾ അടുത്തടുത്തേക്ക് ജമ്പിക്കുകയോ ഹോപ്പ് ചെയ്യുകയോ ചെയ്യുന്ന പ്രവർത്തനത്തെ സാൾട്ടേഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് ദ നെറ്റ് ഫോർവേഡ് മൂവ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ബൈ സക്സസീവ് ലീപ്സ് ഓർ ജംപ്സ്. നമ്മൾ കുളത്തിൻ്റെ കരയ്ക്കൊക്കെ ഇരുന്നിട്ട് ചെറിയ കല്ലുകൊണ്ട് നമ്മളിങ്ങനെ വലിച്ചെറിയാറുണ്ട്. അപ്പോൾ അത് 1, 2, 3 പ്രാവശ്യം അങ്ങനെ ബൗൺസ് ചെയ്ത് പോകുന്നത് കാണാം. നിങ്ങൾ ബൗൺസ് ചെയ്ത് പോകുന്നത് കാണാം, ക്രിക്കറ്റ് ബോളൊക്കെ പോകുന്ന പോലെ ബൗൺസ് ചെയ്ത് പോകുന്നത് കാണാം. അത്തരം പ്രവർത്തനത്തെ പറഞ്ഞ പേരാണ് സാൾട്ടേഷൻ. ഇറ്റ് ഈസ് എ നെറ്റ് ഫോർവേഡ് മൂവ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ബൈ സക്സസീവ് ലീപ്സ് ഓർ ജംപ്സ്. ആ രീതിയിലുള്ള ചലനത്തെ സാൾട്ടേഷൻ എന്ന് പറയുന്നു. മറ്റൊന്ന് ട്രാക്ഷൻ വലുപ്പമുള്ള പെബിൾസ് കോബിൾസ് പോലുള്ള പദാർത്ഥങ്ങൾ കാറ്റിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഭൗമോപരിതലത്തിലൂടെ ഉരസി നീങ്ങുന്നു. ഇതാണ് ട്രാക്ഷൻ. കോഴ്സർ റോക്ക് പാർട്ടിക്കിൾസ്, പെബിൾസ് ആൻഡ് കോബിൾസ് മേ ബി മൂവ്ഡ് ഫോർവേഡ് ബൈ ദ പ്രോസസ് ഓഫ് റോളിംഗ് എലോങ് ദ ഗ്രൗണ്ട്. അപ്പോൾ കുറച്ചുകൂടി കോഴ്സറായിട്ടുള്ള പാർട്ടിക്കിൾസ് ബെഡ് റോക്കിൻ്റെ മുകളിലൂടെ ഉരസി നീങ്ങുന്ന പ്രവർത്തനത്തെ ട്രാക്ഷൻ എന്ന് പറയാം. ഹോപ്പ് ചെയ്യുകയോ ജമ്പ് ചെയ്യുകയോ ചെയ്യുന്ന പദാർത്ഥങ്ങൾ, പിന്നെ പാർട്ടിക്കിൾസ്, ആ രീതിയിലുള്ള ചലനം, ഹോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ജമ്പ് ചെയ്യുക, ഇങ്ങനെ ഇടവിട്ട് ഇങ്ങനെ ചാടി പോകുന്നതിനെ നമുക്ക് സാൾട്ടേഷൻ എന്ന് പറയാം. വളരെ ഫൈൻ ഗ്രെയിൻഡ് ആയുള്ള ക്ലേ പദാർത്ഥങ്ങൾ, സിൽറ്റ് പോലത്തെ പദാർത്ഥങ്ങൾ അന്തരീക്ഷത്തിലൂടെ കുറേ ദൂരം സഞ്ചരിക്കുന്നതിനെ നമുക്ക് സസ്പെൻഷൻ എന്ന് പറയാം. അപ്പോൾ സസ്പെൻഷൻ, സാൾട്ടേഷൻ ആൻഡ് ട്രാക്ഷൻ, ഇതാണ് 3 ട്രാൻസ്പോർട്ടേഷണൽ പ്രോസസ് ഓഫ് വിൻഡിൻ്റെ 3 ട്രാൻസ്പോർട്ടേഷണൽ പ്രോസസ്സ്.